എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവന്നു. അതെന്നെ വിളിച്ചായിരുന്നു. ഞാൻ അതിനു വേണ്ടി അതെടുക്കാൻ വേണ്ടി വന്നായിരുന്നു. സെക്യൂരിറ്റി കൊണ്ടുപോയി കണ്ടോ. എടുത്തോണ്ട് ഇവിടെ വെച്ചപ്പോൾ തന്നെ ഉറക്കെല്ലാം പോയി. പക്ഷേ കണ്ണ് വേദനിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് ന്യൂ ഇയർ ഇവിടെയുള്ളവർ ആഘോഷിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് പടക്കമൊക്കെ പൊട്ടിക്കണത് അവർ, സെലിബ്രേഷൻ. ഇന്നലെ ഒന്നുമില്ലായിരുന്നു. ഇന്ന് പടപടാന്ന് സൗണ്ട് കേൾക്കുന്നു. ഇതെല്ലാം അകത്തെടുത്ത് വെച്ചിട്ട് ഇതെല്ലാം എടുത്ത് അകത്ത് വയ്ക്കാണ്ട് ഒയ്യാണ് കഴിച്ച് ഏകദേശം 9 മണി അടുപ്പിച്ചേ. ഇനി ഇപ്പോൾ കിടന്നുറങ്ങണം. ഉറക്കം വരണം. ഫുള്ള് പരിപാടിയെല്ലാം കഴിഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്യുക, പോയി കിടന്നുറങ്ങണം. ഗുഡ് നൈറ്റ് ഗൈസ്. ഉറങ്ങാൻ പോകുന്ന സമയമായി. നല്ല ഉറക്കം വരണം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഏകദേശം 6:30 അടുപ്പിച്ചേ. 6:35. ഇനി പോയി കുളിച്ച് സെറ്റാവണം. നേരമൊക്കെ വെളുത്തു. ഇനി പോയി ഒന്ന് കുളിക്കട്ട്. കുളിച്ചൊന്ന് റെഡിയാവണം. വെള്ളിയാഴ്ചയായിരുന്നു, ഞാൻ മറന്നു. ഡേറ്റ് നോക്കിയില്ല. ഇന്ന് ക്ലീനിങ് ഡേ. അതിന് കുളിക്കുകയും ചെയ്ത് വിറക്കിന്. പിന്നെ പോയി അവിടെ ഒന്ന് വൃത്തിയാക്കണം. ലൈറ്റൊക്കെ ഫുൾ ഓഫ് ചെയ്ത് ഇനി ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലേ പറ്റുള്ളൂ. ആ ഡ്രസ്സ് നനച്ചാൽ ശരിയാവില്ല. ക്ലീൻ ചെയ്ത് സ്ഥലം നോക്കുകയാണ്. ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് ഇനി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. ഫോട്ടോ എടുക്കാനേ കയറുള്ളൂ. ഇതിലൊക്കെ ഒരു പൊടി വെള്ളം വീണം നിന്ന് ചിരിക്കും. ഇത് വെള്ളം വീണ് കഴിഞ്ഞാൽ നിന്ന് ചിരിക്കും. പിന്നെ ഒന്നും അറിയണം. സുഖം. മെയിൻ പോകണം നോക്കിയാൽ ഇവിടുത്തെ ലൈറ്റിൻ്റെയും അവിടുത്തെ ഔട്ട് എക്സോസ്റ്റിൻ്റെ. ഇനി പോയി അവിടുത്തെ കച്ചറയും മാറ്റിയിട്ട് യൂണിഫോം എടുത്തിട്ട് കയറണം ഡ്യൂട്ടിക്ക്. വെള്ളം കെട്ടി കിടക്കും. ഇന്ന് ഒരു ദിവസം ഫുള്ള് ഇവിടെ വെള്ളം കാണും. ചെയ്യാനും പറ്റൂല നമുക്ക്. ആ വൈപ്പർ ഇവിടെ കൊണ്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ വൈപ്പർ തീരാറായി. പിന്നെ അവിടെ അവൻ്റെ കറണ്ടിൻ്റെ ഇതും കിടക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കളിക്കാനും പറ്റുള്ളൂ. നിൽക്കാൻ പറയല്ല, നിൽക്കാൻ പേടിയാ. അടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം അറിയൂ. ഇനി പോയി അത് ഫുള്ളെടുത്ത് കളഞ്ഞിട്ട് യൂണിഫോം മാറ്റി കയറണം ഡ്യൂട്ടിക്ക്. പല്ലും തേച്ചില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുക, ഇരിക്കുക, എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇതുവരെ ഞാൻ പോയി ചെക്ക് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ നോക്കിയതാണ്. ക്ലോറിനേഷനൊക്കെ അവൻ ചെക്ക് ചെയ്ത്. ക്ലീൻ ചെയ്യണത് എൻ്റെ സ്ഥലമായിരുന്നു. അവിടെ ഞാൻ നോക്കിയായിരുന്നു.
വേണമെങ്കിൽ ഒരു 10-11 മണിക്ക് ചെന്ന് നോക്കാം. ജസ്റ്റ് എങ്ങനെയാണോ അതനുസരിച്ച്. പല്ലൊക്കെ തേച്ച് ഇനി നേരെ കയറുക, ഡ്യൂട്ടിയിൽ കയറുക. കണ്ണിൻ്റെ വേദന മാറിയില്ല. നീ നാളെയും കൂടി ഉറക്കി എണീക്കുമ്പോൾ റെഡിയാവും തോന്നുന്നു. ഈ സൈഡ് വേദന 2. ഉറക്കം ചേഞ്ചാൽ അതിൻ്റെ ഒരു സംഭവം. അയ്യോ ഇനി നേരെ പോവുക. അയ്യോ അവിടെ ചെന്നിരിക്കുക. വീട്ടിലും വിളിക്കാറുണ്ട്, വീട്ടിലും ഒന്ന് കോൾ ചെയ്ത് നോക്കണം. കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്യണം. അതെ ഇന്നത്തെ ഒരു ജോലി കഴിഞ്ഞ്. അയ്യോ ജോലി എന്ന് പറയണ്ട, അത് ഹാർഡ് വർക്കായിട്ടുള്ള. ഹാർഡ് വർക്ക് എന്ന് പറയാനും ഇല്ല, ഒരു 45 മിനിറ്റിൻ്റെ പരിപാടിയാണ്. 45.5 മണിക്കൂർ. തണുപ്പായതുകൊണ്ടാണ് അത് പണിയായിട്ട് തോന്നുന്നത്. ചൂടാകുമ്പം അത് സ്വർഗമാണ്. അവിടെയാണ് തണുത്ത വെള്ളം പറഞ്ഞത്. അപ്പം ഇതിൻ്റെ അടി കിടക്കണമുണ്ട്. അതിൽ പ്രകാശം അടിക്കാത്ത ചൂടേക്കാത്ത വെള്ളമാണത്. ഏകദേശം 1 മണിക്കൂറോളം ചൂടേക്കാത്ത വെള്ളമാണ്. അതിന് ശേഷമാണ് ആ ടാങ്കിന് വലിക്കുന്നത്. രാവിലെ ടൊട്ടി സെറ്റായിട്ടുണ്ട്. പുള്ളി അവിടെ ഇരിക്കണുണ്ട്. ഇനി ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ. അവരൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കണം. ഇനി ഇരിക്കും 2 മണി വരെ എന്തോ ഇരിക്കും തോന്നും. 12:30 1:30 അങ്ങനെ തോന്നും. അപ്പോഴും ഞാൻ പോയിന്ന് ഫുഡ് ഉണ്ടാക്കി. എന്നാ കുറച്ച് നേരം മതിയല്ലോ. 5-6 ഇല്ല അതിന് കുറച്ച് സമയം കാണും. 10-15 മിനിറ്റ് കാണും, അത്ര തന്നെ. ഇനി അതും ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് ഫോണും ചാർജ് ഇട്ടിട്ട് ഇങ്ങോട്ട് കയറുക. നല്ല വിശക്കുണ്ട്. ഇന്നെന്തോ അവനും കൂടി ഇവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ ചെന്ന് ബാങ്കിൽ പോയിട്ടെന്തോ നമ്പരും ലിങ്ക് ചെയ്യാൻ വേണ്ടി പഴയ നമ്പർ എന്തോ കംപ്ലൈൻ്റ് അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അവരൊക്കെ പോട്ട് നമ്മളെ ഡ്യൂട്ടിയല്ലേ. ഞാൻ പോയി ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അത് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വെച്ച് ഇതായിരിക്കും. ഇനി അപ്പോഴത്തേക്കും ഫോണും ഒന്ന് ചാർജിനാക്കിയിട്ട് ഫോണും ഒന്ന് ഫുൾ ചാർജാക്കിയിട്ട് എടുക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ ഡ്യൂട്ടി കയറാം. അവിടെ ചെന്നിട്ട് നോക്കാനില്ല, മറ്റേ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല. എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് ചെറുതായിട്ടും ചെക്ക് ചെയ്യണം, അത്ര. കറുത്തല്ലേ, നേരെ ഉറങ്ങാത്തോണ്ടാണ്. എന്നാ ചെയ്യാനാ, ഫോണിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിയിരിക്കും അതിനകത്ത്. ഉറങ്ങയില്ല നേരെ സമയം കാലത്ത്. ഞാൻ തന്നെ എൻ്റെ കാര്യം. ഇന്നലെ മാത്രം അടിപൊളിയായിട്ട് ഉറങ്ങി. എങ്ങനെയല്ലേലും 9 മണിക്കൂറിന് കൂടുതൽ ഉറങ്ങി. ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. 1 മണി അടുപ്പിച്ച പുള്ളി ഇറങ്ങി. അവർക്ക് ഡ്യൂട്ടിയൊക്കെ അത്രയേ ഉള്ളൂ, 6 മണിക്കൂറൊക്കെ ഉള്ളൂ. 6 തന്നെ. നമുക്കില്ലേ 12 മണിക്കൂർ. നമ്മൾ
നമ്മളിലെ പുറത്തുനിന്ന് വന്നതാണ്. അയ്യോ അയ്യോ, അവരിവിടത്തെ ആൾക്കാരല്ലേ, സ്റ്റിൽ ഡ്യൂട്ടി ഇരിക്കുക. അയ്യോ, ഈ സമയത്ത് തന്നെ ഇനിയും ആ സൈഫ ഉണ്ടല്ലേ, സൈഫ ഇനിയിപ്പോൾ കുറയ്ക്കാൻ കൂട്ടാൻ പോകണം. എന്നാ ചെയ്യാനാ, അവിടെ നോക്കിക്കൊണ്ടിരിക്കും. അയ്യോ അയ്യോ, സൈഫേര ചേമ്പറിനകത്ത് പോകാൻ പോകുന്നു. ഓപ്പൺ ചെയ്യണം അല്ലേ. ഏകദേശം 40 പോയിന്റ് കൂട്ടണം. ഏകദേശം 5 റൗണ്ട് അടിച്ച് ഓപ്പൺ ആക്കണം. ആദ്യം അതിനകത്ത് ഫ്രീ ഉണ്ട്. ഫ്രീ എന്ന് പറഞ്ഞാൽ 6 റൗണ്ട് ഫ്രീ ആയിരിക്കും. ഇപ്പം കാണിക്കാം. ഇതാണ് കൺട്രോൾ ചെയ്യണം. നെറ്റ് ബ്ലോക്കാണ്, അതിപ്പോൾ ഓപ്പണാണ് ചെയ്യാൻ. 1 2 3 4 5 6 ഇനി തൊട്ട ഫ്രീ മാറും. 1 2 3 4. പക്ഷെ 30 പോയിന്റ് കൂടിയെന്ന് തോന്നുന്നു. ഓ, സെറ്റാക്കി. ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം, പക്ഷേ അത് ഇവിടെ കംപ്ലൈൻറ്റ്. ഇതെല്ലാം ട്രിക്ക്. ഇത് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യണത്. ഇത് ഈ ഓപ്പണാണ്. അങ്ങനത്തെ ചേമ്പർ, ഇത് അങ്ങനത്തെ ചേമ്പർ, ഇതും അങ്ങനത്തെ ചേമ്പർ. ഇത് ലീക്കാണ്, ഇത് ശകലം ലീക്കാണ്. ഓരോന്നിൻ്റെ ഓരോ യൂസാണ്. അത് സൈഫ, ഇത് ഔട്ട്ലെറ്റിൻ്റെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇൻകേസ് പമ്പ് റണ്ണായില്ലെങ്കിൽ, ഇൻകേസ് വെള്ളം വേറെ സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ഫോഴ്സ് കുറഞ്ഞ് ഇവിടെ കൂടി പോകും. എക്സ്ട്രാ ലൈൻ, മനസ്സിലായോ? അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. സേഫ്റ്റി ഫീച്ചറിനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തല ഓടിയിരിക്കുന്ന ഓട്ടോ ജസ്റ്റ് എല്ലാം കൂടി ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. ഞാൻ ചെക്ക് ചെയ്തില്ല ഫുള്ള്. ഞാൻ ജസ്റ്റ് ഇപ്പം വിളിച്ച് പറഞ്ഞു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. വെള്ളം പോണത് കുറവാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. കേബിൾ കെട്ടാൻ ഇത് ഒരുമിച്ച് പറഞ്ഞ ഒരു 4 സൈറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബിസിയ, ഗഫാത്ത്, അൽമമൂർ, കുറിയാത്ത്, ഗഫാത്ത്, LIC, അൽമമൂർ, ബിസിയ, കുറിയാത്തോ. അതെ, ഈ 4മാണ് ഒരേ ലൈനാണ്. കറണ്ട് പോകും. ഇത് നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കും. ഇത് നമ്മൾ ചോദിക്കില്ല, ഇത് ജസ്റ്റ് കംപ്ലൈൻറ്റ്. ഇത് എല്ലായിടത്തും പോയി, അവിടെയും പോയിട്ടുണ്ട്, നമ്മളവിടെയും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ചോദിക്കും. മനസ്സിലായോ? നോർമലി അത് 2 പോയതാണ്. ഇത് അവിടുത്തെ പവർ സപ്ലൈ എന്തോ കട്ടായതാണ്. അത് നമ്മളടുത്ത് ചോദിക്കില്ല. അത് പോകണമെങ്കിൽ എല്ലായിടും ഒന്നിച്ച് പോകണേ. ഈ 4-5 സൈറ്റുണ്ട്. ബാക്കി അല്ലാതെ പോണതൊക്കെ ഉണ്ട്, ഈ പാതി വെച്ചൊക്കെ പോകണം. അത് നമ്മളെവിടെയും കണ്ടു. അത് നമ്മൾ ചോദിക്കും. അതാണ് പരിപാടി. അതാണ് പണി. അങ്ങനെ വരുമ്പോഴാണ് പണിയുള്ളത് ഇവിടെ. ഞാൻ പറഞ്ഞല്ലേ, ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതൽ വരണമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ നോക്കേണ്ട ജോലി. ഇതിൻ്റെ ഇടയിൽ ഏകദേശം 10-20 സൈറ്റോളം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പോകുമ്പം അവർക്ക് ഇതൊന്നും കിട്ടൂല. നമ്മളത് കിട്ടൂല, അവരത് കിട്ടൂല. എവിടെ തൊട്ട് പോയതാണോ അവിടെ തൊട്ട് ലാസ്റ്റ് വരെ അവർക്ക് കിട്ടൂല. അപ്പോൾ അവർ നമ്മൾ വിളിച്ച് ചോദിക്കും, ഇന്നത് തൊട്ട് പറഞ്ഞു തരാൻ പറയും.
പിന്നെ അവർ ഇന്നതൊട്ട് നോക്കാൻ പറയും, അല്ലെങ്കിൽ ഇന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അതന്നെ നമ്മളെ ജോലി, വേറെ ഒന്നുമില്ല. ഇനിയെന്ന് പറഞ്ഞാൽ പോയി ചെടിക്ക് വെള്ളം ഒഴിക്കുക, സെറ്റ് ചെയ്തെടുക്കുക. അത് വല്ലതും കഴിക്കുക എന്ന് പറഞ്ഞാൽ ചായയോ അങ്ങനെയല്ലോ. വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ചെടിക്കും വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനിയെന്ന് പറഞ്ഞാൽ ഒരു മുട്ട അവിച്ച് കഴിച്ച് അങ്ങനെല്ലാം ചെയ്യേണ്ട പ്ലാൻ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനിയെന്ന് പറഞ്ഞാൽ 5 മണിക്ക് പോയി എല്ലാം കൂടി ഒന്ന് നോക്കൂ, റൗണ്ട് അടിക്കുക, എത്ര ബാക്കിയെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. റെഡിയാക്കി ഇതായിരിക്കും മുട്ടയും സവാളയും. ഇതും കഴിച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കണം. അതും കുടിച്ചിട്ട് ഫോണും ചാർജ് ഇടാൻ പോകണം. അത് തന്നെ പരിപാടി. ചാർജും ഇല്ല. ഇനി അതും കഴിക്കണം. കുളിച്ച് സെറ്റായി ഇനി അടുത്ത് നേരെ റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇനി നേരെ വീണ്ടും അവിടെ പോയി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുക. അത് തന്നെ. നമുക്ക് കുളിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ കണ്ട വെയിലൊക്കെ പോയി, ഇപ്പോഴേ തണുത്തടിച്ചു തുടങ്ങി. മനസ്സിലായോ? അതാണ് വിഷയം. ആണ് ജസ്റ്റ് ഇപ്പോഴേ കുളിച്ചിട്ടിരുന്നത്. അല്ലെങ്കിൽ ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂമായിരുന്നു. സംഭവം ഇനി അടുത്തടിച്ച് കഴിഞ്ഞാൽ കാറ്റടിക്കും, തണുത്ത കാറ്റടിക്കും. ഇല്ലാത്ത അസുഖം പിടിക്കുന്നതിന് വെറുതെ അടുത്ത ഡ്യൂട്ടി കയറിയാൽ പോരെ. കുളിക്കുക, പെട്ടെന്ന് കുളിക്കുക, ഗ്യാപ്പ് ഇട്ടനാടെ കുളിക്കുക, കയറി നിൽക്കും. അല്ലെങ്കിൽ ദേഹത്തൊരുമാതിരി മണ്ണൊട്ടിയതുപോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഇരുണ്ടൊക്കെ തുടങ്ങി. ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് എടുക്കും. 6 മണി അടുപ്പിച്ച്. ഇനി അവിടെ ചെന്നിരിക്കട്ടെ. ചെന്നിരുന്ന് ടൈമായി. ഇനി ഇറങ്ങി ചെന്നിരിക്കും. അതെ, ഇപ്പോൾ ഫുഡും ഉണ്ടാക്കി കഴിക്കുന്നു. ഫുഡ് പറഞ്ഞാൽ അറിയാലോ, ഫുഡാണ്. അത് തന്നെ കഴിക്കുന്നത്. എന്തോ ഫുൾ മൂണാന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടിരിക്കും ചെന്നിൽ. ഉണ്ടോ? നമ്മളെ ഫോണൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. ഇന്നെന്നാ സെക്യൂരിറ്റി ഇല്ലേ? സെക്യൂരിറ്റി ഏരിയ ഡ്യൂട്ടി ചേഞ്ച് ആയെന്ന് തോന്നുന്നു. പുള്ളിയും പോയെന്ന് തോന്നുന്നു. ഇനി ചെല്ലുക, വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുക, കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുക. അത് തന്നെ പരിപാടി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.